ഓർമ്മ പോകുന്നുണ്ട് എനിക്ക്. അതെന്നാന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു സൈഡ് മരച്ചിരിക്കുവാണ്. എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചിയും ഈ ഒരു പുള്ളിക്കാരൻ രണ്ടുപേരും ഒരേ രീതിയിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടേക്കുന്ന ഒരു വീഡിയോ കൂട്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിടക്കുന്നത്. സോ ഹലോ ഗൈസ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. കിച്ചു ചേട്ടന് ചുട്ട മറുപടിയുമായി രേണു സുധി എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പക്ഷെ ഡയറക്റ്റ് ആയിട്ടുള്ള ചേച്ചി ഈ ഒരു ഇത് എന്തോ പറയുന്നത്, കിച്ചു ചേട്ടൻ ഇട്ടിട്ടുള്ള ഒരു വീഡിയോയ്ക്ക് മറുപടി കൊടുക്കുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് വേറൊരാൾ വഴിയാണ് മറുപടി കൊടുക്കുന്നത്. ആ വീഡിയോ ഒക്കെ ഞാൻ വെച്ച് തരാം. അതിനു മുമ്പ് രേണു സുധി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചി ഇന്നലെ ലേറ്റസ്റ്റ് ആയിട്ട് യൂട്യൂബിൽ ഒരു വീഡിയോ സംഭവങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് നിറയാതെ ആർക്കും ആ ഒരു വീഡിയോ കാണാൻ പറ്റത്തില്ല. കാരണം അത്രത്തോളം വിഷമകരമായിട്ടുള്ള കാര്യങ്ങളാണ് രേണു ചേച്ചി ആ ഒരു വീഡിയോ കൂടെ പറഞ്ഞു വെക്കുന്നത്. അതായത് ചേച്ചിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും കീമോയും സംഭവങ്ങളും ചേച്ചി ഇപ്പോൾ ഒമിറ്റ് ചെയ്യാനൊക്കെ വരും എന്നൊക്കെ രീതിയിലുള്ള കുറേ ചേച്ചിയുടെ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ചേച്ചി ആ ഒരു വീഡിയോ കൂടെ പങ്കുവെക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമായി, നമ്മുടെ കണ്ണൊക്കെ നിറഞ്ഞു. എന്തായാലും എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ വേഗം തന്നെ സുഖപ്പെട്ട് വരട്ടെ. എന്തായാലും നമുക്ക് ആദ്യം തന്നെ വിഷയത്തിൽ നിന്ന് തുടങ്ങാം. രേണു സുധി എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചി കിച്ചു ചേട്ടന് ഇൻഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു മറുപടി ഇന്നലെ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. കിച്ചു ചേട്ടൻ ഒരു വീഡിയോ ആയിരുന്നു ഏറ്റവും കൂടുതൽ വിവാദങ്ങളും സംഭവങ്ങളും ഒക്കെ ആയിട്ടിരുന്നത്. 10 മില്യൺ ആൾക്കാരാണ് ആ ഒറ്റ വീഡിയോ കണ്ടിട്ടുള്ളത്. ആ ഒരു വീഡിയോ കൂടെ കിച്ചു ചേട്ടൻ പറയുന്നൊരു കാര്യം എന്ന് പറയുമ്പോൾ എന്നെ അടുത്ത് എന്തോ പറയുന്നത്, കമന്റ് അയച്ചവരായാലും കുറെ വിഷമമുള്ളവരുണ്ട്, അവരുടെ വിഷമമൊക്കെ അങ്ങ് തീരട്ടെ, ഞാൻ രേണു ചേച്ചിയെ കാണാൻ വേണ്ടി പോവുകയാണെന്ന്. അതായത് കിച്ചു ചേട്ടൻ അല്ല കാണാൻ പോകുന്നത്, വിഷമമുള്ളവരുടെ വിഷമം തീർക്കാൻ വേണ്ടി മാത്രം, കമന്റ് അയച്ചവരുടെ വിഷമം തീർക്കാൻ വേണ്ടി മാത്രമാണ് രേണു ചേച്ചിയെ കാണാൻ വേണ്ടി കിച്ചു ചേട്ടൻ പോയിട്ടുള്ളത്. അപ്പോൾ അതിനെ തുടർന്നിട്ട് കിച്ചു ചേട്ടൻ ഒരു വീഡിയോ ഇട്ട് വിവാദമായതിനെ തുടർന്ന് രേണു ചേച്ചിയുടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പുള്ളിക്കാരൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ രേണു ചേച്ചി ഇൻഡയറക്റ്റ് ആയിട്ട് കിച്ചു ചേട്ടന് കൊടുത്തൊരു മറുപടിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും ഒരു വീഡിയോ കാണാം, അതിനുശേഷം കുറച്ചും കൂടി തെളിവുകൾ നിങ്ങളെ കാണിക്കേണ്ടിയിരിക്കും. എന്തായാലും ഒരു വീഡിയോ കണ്ടു നോക്ക്. എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമം. ഹലോ ഗൈസ്, അങ്ങനെ വിഷമമുള്ള കാര്യമാണ്. നമ്മളെ സങ്കടപ്പുണ്ട്, വിഷമമുണ്ട്. അപ്പം അങ്ങനെ കിച്ചു അങ്ങനെ പോവാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടുകാർ പറഞ്ഞ് കമന്റ് വഴിയിൽ പറഞ്ഞു അങ്ങനെ കിച്ചു അങ്ങനെ ഒടുവിൽ പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ള ആളെല്ലാം വിഷമം മാറട്ടെ. എൻ്റെ കിച്ചു ഞാനൊരു കാര്യം വെച്ചോട്ടെ, എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പോവാം. ഓക്കെ, അല്ലാണ്ട് ഹാറ്റേഴ്സിലും പറഞ്ഞ് ഉള്ള കമന്റ് വഴിയിലും പറഞ്ഞിട്ട് കേട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് മനസ്സിലൊരു ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പോവാം. ഓക്കെ, അല്ലാണ്ട് ബാക്കിയുള്ളാക്ക് പോയിട്ട് കാണാൻ പോയിട്ട് അതിനൊരു അർത്ഥമില്ല. കിച്ചു മനസ്സിലായോ? ഒരർത്ഥം ഇല്ല. എൻ്റെ സ്വന്തം അമ്മയില്ലെങ്കിൽ എന്നെ എടുത്ത് നോക്കിയൊരു അമ്മയെന്നത്, അമ്മേൻ്റെ വില എനിക്ക് എന്തെന്ന് എനിക്ക് അറിയില്ലെങ്കിൽ ഉണ്ടല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല കിച്ചു. അത് ഇന്നു കുറേ ചീത്ത പറഞ്ഞിട്ടുണ്ട്. വേറ്റേഴ്സിന് മുമ്പിൽ പറയാൻ ഇട്ടുകൊടുത്ത് കുറേ ആൾക്കാരുണ്ടോ, കുറേ അങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ കൈനെ മറന്നിട്ട് എനിക്ക് കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ, എനിക്ക് റിദ്ധപ്പനെ ഓർത്ത് കാണാൻ പോയി കണ്ടാലോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം എനിക്ക് പോവാം. ഓക്കെ, അല്ലാണ്ട് വേറെ ആക്ടേഴ്സും പറഞ്ഞ് കമന്റ് വിട്ട് ഇനി അങ്ങനെ ആർക്കോ വേണ്ടിയിട്ട് പോയിട്ടൊരു കാര്യമില്ല കിച്ചു. അതിന് വിലയില്ലടാ, സ്നേഹം ഇല്ല. ഓക്കെ, അതിന് സപ്പോർട്ട് ചെയ്ത് കുറേ സംസാരിച്ചു. പിന്നീട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് സപ്പോർട്ട് ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ട് മാത്രം പോകണമെങ്കിൽ അങ്ങനെ പോകുന്നത് നല്ലടാ. ഇനി ആർക്കോ വേണ്ടിയിട്ട് പോയിട്ട് ആർക്കും ബാക്കിയുള്ള വിഷമം തീരട്ടെ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് കാര്യമൊന്നുമില്ലടാ. മനസ്സിലായി വെച്ചു. അമ്മ എന്ന് പറഞ്ഞ വാക്ക് എന്താ പറയുക, പറഞ്ഞിട്ട് കാര്യമില്ലടാ. അത്രയാണ് അതുള്ളത്. അപ്പോൾ അതായത് പുള്ളിക്കാരൻ ഈ ഒരു വീഡിയോ കൂടെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ കിച്ചു ചേട്ടൻ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു സ്നേഹമോ ആരും രേണു ചേച്ചിയെടുത്ത് ബാക്കിയുണ്ടെങ്കിൽ മാത്രം പോയി കാണേണ്ട ആവശ്യമേ ഉള്ളൂ. അതായത് മറ്റൊരാൾ പോയി കാണണമെന്ന് പറഞ്ഞ് ഹേറ്റേഴ്സ് കമന്റ് ഇട്ടതിനെ തുടർന്ന് ഒരിക്കലും രേണു ചേച്ചിയെ പോയി കാണേണ്ട ഒരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ, നിങ്ങൾക്ക് ആ ഒരു മനസ്സിൽ നിങ്ങളെ അമ്മയെ എന്ന് കാണുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണണമെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഓക്കെ, സമ്മതിച്ചു. നമ്മളെപ്പോലെ തന്നെ ഒരു റിയാക്ഷൻ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ഈ ഒരു വീഡിയോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷേ ഈ ഒരു സംഭവം ഞാൻ ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുമ്പം, ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം പുള്ളിക്കാരനാണെങ്കിൽ ഒരു അക്കൗണ്ട് കൊളാബ് ചെയ്തിട്ടുണ്ട്. ആരുടെ അക്കൗണ്ടാണ് ഞാൻ സൈഡ് സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ട്. രേണു സുധി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചിയുടെ അക്കൗണ്ടുമായിട്ട് കൊളാബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടുപേരും അറിയാത്തവരായിരിക്കും എൻ്റെ വീഡിയോ കൂടുതലായിട്ട് അമ്മമാരാണെന്നല്ല കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒന്നും ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ച് അറിയണമെന്നില്ല. അതായത് ഈ രണ്ടുപേരും, രേണു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചിയും ഈ ഒരു പുള്ളിക്കാരൻ രണ്ടുപേരും ഒരേ രീതിയിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടേക്കുന്ന ഒരു വീഡിയോ കൂട്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിടക്കുന്നത്. അത് കൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു ലവിൻ്റെ സിമ്പിളുമായിട്ട് രേണു ചേച്ചിയുടെ ഒരു പ്രൊഫൈൽ സംഭവങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതായത് അതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ ആ ഒരു ഫോട്ടോ ഞാനും കൂടെ റീഷെയർ ചെയ്ത് കൊടുക്കുന്നത് മാക്സിമം നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ അത്രയും ആൾക്കാർ കാണുന്നു, എൻ്റെ ഒരു വ്യൂവർഷിപ്പ് അല്ലെങ്കിൽ എൻ്റെ ഒരു അക്കൗണ്ട് കാണുന്നവരും കൂടെ നിങ്ങളുടെ വീഡിയോ കാണട്ടെ എന്നൊരു രീതിയിൽ ലവ് സിമ്പിളും കൂടി ഇട്ടാണ് ചേച്ചി റീഷെയർ സംഭവങ്ങളും ചെയ്തിട്ടുള്ളത്. വീഡിയോ ലൈക്കും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഒറ്റ സംഭവം കാരണം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ രേണു ചേച്ചിക്ക് പറയാനുള്ള മറുപടി ഈ ഒരു പുള്ളിക്കാരൻ പറഞ്ഞ രീതിയിലാണ് ചേച്ചി ഇട്ടിട്ടുള്ളത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതിൽ യൂട്യൂബിൽ ചേച്ചി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കിച്ചു എന്നെ ഇതുവരെ കാണാൻ വന്നിട്ടില്ല, ഞാൻ 11 വയസ്സോട്ട് നോക്കി വളർത്തിയ കുട്ടിയാണ്,
എന്നൊക്കെ പറഞ്ഞു. അന്നേരം നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം സൈബർ അറ്റാക്കിന് വേണ്ടി ഇട്ടുകൊടുത്തതിനോട് നമുക്ക് യോജിപ്പില്ല. അത് നിരവധി കിച്ചുചേട്ടൻ എന്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും തെറിവിളിയാണ് ഇപ്പോൾ സംഭവം ചേച്ചി ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം വരുന്നത്. അതുകൊണ്ട് തന്നെ ചേച്ചി ചെയ്തിട്ടുള്ളത് തെറ്റാണെന്ന് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലോ എന്തായാലും പുള്ളിക്കാരൻ പറഞ്ഞത് ചേച്ചിയുടെ മറുപടിയായി ചേച്ചി അങ്ങ് സ്വീകരിച്ചു. അതിനെതിരെ അതായത് കിച്ചുചേട്ടനെതിരെയുള്ള ഒരു പ്രയോഗമായിട്ട് ചേച്ചി ഇട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം. എന്തായാലും കിച്ചുചേട്ടൻ ഇന്നലെ കോട്ടയത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ICUലൊന്നും പോയതായിട്ടുള്ള വിവരവും സംഭവങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഇനി നന്ദന എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചേച്ചി, രേണു ചേച്ചിയുടെ കൂടെ തന്നെ ബിഗ് ബോസ് റിപ്പോർട്ടിലുള്ള ചേച്ചിയാണ് നന്ദന ചേച്ചി. അപ്പോൾ നന്ദന ചേച്ചി അന്നെങ്കിൽ വന്നിട്ട് രേണു ചേച്ചിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ആ ഒരു സംഭവം നിങ്ങൾ കേൾക്കണം. അതിനുശേഷം കുറച്ച് സംസാരിക്കാനുണ്ട്, കേട്ടു നോക്ക്. നിങ്ങൾക്ക് ആർക്കും വിഷമില്ല, എന്താ നിങ്ങളുടെ വിഷമം മാറ്റാൻ ഞാൻ പോകേണ്ടത്? 13 വയസ്സിൽ വളർത്തി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്താണ് സത്യാവസ്ഥ നമുക്കറിയില്ല എന്താണെന്നുള്ള. കുട്ടി നോക്കിയിട്ടുണ്ടോ എന്താണ് അവര് പറയുന്നത് നോക്കിയിട്ടുണ്ടെന്നുള്ളത്. പക്ഷെ ആ കുട്ടി പറഞ്ഞ അച്ഛന്റെ വീട്ടിലായിരുന്നു വളർന്നിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയില്ല. നമ്മൾ ഈ കാര്യം അറിയണം. കൂടുതൽ കമന്റ് കാര്യങ്ങളൊക്കെ വരുന്ന കാര്യം അറിയാണ്ട് കുറെ പേര് സംസാരിക്കും. കാര്യം അറിഞ്ഞിട്ട് സംസാരിച്ച പ്രശ്നമില്ല. നമ്മളിപ്പോ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ അറിയും, മീൻസ് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരായാലും കുറെ കാര്യം അറിയാണ്ട് സംസാരിക്കും. കാര്യം അറിഞ്ഞ് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. എന്നാലും കാര്യം എന്താണെന്ന് മനസ്സിലാവും. അവരുടെ ജീവിതം എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട്. അപ്പൊ ആരെയും നമ്മള് ബാഡ് കമന്റ്സ് ഒന്നും പറഞ്ഞങ്ങനെ വെറുതെ എല്ലാവരും മനസ്സിലായി. ഇപ്പൊ വയ്യാണ്ടിരിക്കുന്ന ഒരു ചേച്ചിയല്ലേ, ആളൊന്നും വെറുതെ വീട് വയ്യാക്ക് മാറിയിട്ട് വീണ്ടും ആള് ആക്റ്റീവായി തുടങ്ങുമ്പോൾ എന്താ വെച്ചാൽ പറഞ്ഞോളൂ. ഓക്കെ, ഒരിക്കലും നമ്മൾ കുറ്റവും സംഭവങ്ങളോ ഒന്നും ഇതിന് ശേഷം ഈ അസുഖമാണെന്ന് അറിഞ്ഞതിന് ശേഷം ഇതുവരെ കുറ്റവും സംഭവങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ ആകപ്പാട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ, കുറ്റമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ, കിച്ചു ചേട്ടനെ ചുമ്മാ സൈബർ അറ്റാക്കിന് വേണ്ടി വലിച്ചഴിച്ച ഒരു വിഷയം മാത്രമേ കുറച്ച് റിയാക്ഷൻ ഞാൻ റിയാക്ട് ചെയ്തിട്ട് അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ വന്നിട്ട് ചേച്ചി ഒന്നും മനസ്സിലാവാത്ത രീതി, അതായത് ഒന്നും മനസ്സിലാവാത്ത രീതി വന്നിടന്ന് സംസാരിക്കരുത്. ഈ ലൂപ്പുമായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിൽ എന്തോ വന്നിടന്ന് വളവളവളവളാന്നും പറഞ്ഞ് വന്നിടന്നൊക്കെ സംസാരിക്കും. എന്തോ പറയുന്നത് ഏതാ പറയുന്നതെന്ന് ചേച്ചിക്ക് അറിയത്തില്ല. ഏതൊക്കെയോ റിയാക്ഷൻ ഞാൻ ഒന്നും മനസ്സിലാവാതെ വീഡിയോ ചെയ്യുന്നു എന്നാണ് ചേച്ചി പറയുന്നത്. എടേ, നമുക്കറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ചിട്ടേ റിയാക്ഷൻ വീഡിയോ സംഭവങ്ങളൊക്കെ ഇടത്തുള്ളൂ. അപ്പോൾ അത് മനസ്സിലാവാതെ ചിലവർ മാത്രമേ ഇത് പഠിച്ചിട്ട് വീഡിയോ ചെയ്യുന്നുള്ളൂ എന്ന് ചേച്ചി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ ചേച്ചിയുടെ ഫ്രണ്ട്സൊക്കെ കാണുമായിരിക്കും ഇത് പഠിച്ച് വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും ചേച്ചി എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ചേച്ചിയുടെ ഫ്രണ്ട്സിനെ കുറിച്ചായിരിക്കും പറഞ്ഞിട്ടുള്ളത്. ചേച്ചിയൊക്കെ ഇടയ്ക്കൊക്കെ എന്തോ പറഞ്ഞ പൊക്കിയൊക്കെ ചെയ്ത് വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ള ആളിനെ കുറിച്ചായിരിക്കും. നമ്മുടെയൊക്കെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മളാണെങ്കിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ചതിന് ശേഷം ആ ഒരു കമന്റ് ബോക്സ് വിശദമായിട്ട് പഠിച്ചതിന് ശേഷം ആ കമന്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഇട്ടിട്ടുള്ള കമന്റ് റെപ്രസെന്റ് ചെയ്താണ് റിയാക്ഷൻ വീഡിയോ ആയിട്ട് ഇടുന്നത്. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു വരാം. രേണു സുധി എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചി ഇന്നലെ യൂട്യൂബിൽ ഒരു വീഡിയോ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമകരമായിട്ടുള്ള വീഡിയോ തന്നെയാണ്. എന്തായാലും ആ ഒരു വീഡിയോക്കകത്ത് കുറച്ച് വിഷമം വരുന്ന കുറച്ച് കാര്യങ്ങൾ രേണു ചേച്ചി പറഞ്ഞു വെക്കുന്നുണ്ട്. ആ ഒരു സംഭവം നിങ്ങളൊന്ന് കേൾക്കണം, കേട്ടു നോക്ക്. ഓർമ്മ പോകുന്നുണ്ട് എനിക്ക്, അതെന്നാന്ന് എനിക്ക് അറിയത്തില്ല. ഈ ഒരു സൈഡ് മരച്ചിരിക്കുവാണ് തലയുടെ. മുഴുവൻ കയ്പാണ്. എൻ്റെ മുടിയെല്ലാം ഒരുമാതിരി പശ പോലായി. പെടലിയിലെ തൊലിയെല്ലാം പോയി, തലയിലേം തൊലി പോയി. അതുകൊണ്ടാണ് ഹെയർ കട്ട് ചെയ്തത്. ആഗ്രഹം ഇവിടെ എഴുന്നേറ്റ് കഴിഞ്ഞ അനേക സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ സാക്ഷിയാകാൻ, ചുരുക്കി പറഞ്ഞ ഒരു മിഷണറി അല്ലെങ്കിൽ സുവിശേഷകയായിട്ട് പോകാനാണ് ആഗ്രഹം. ഇവിടുന്ന് ദൈവം എഴുന്നേൽപ്പിച്ചു കഴിഞ്ഞ, ഈ രോഗമുക്തി നേടിക്കഴിഞ്ഞ, എൻ്റെ വർക്ക്, എനിക്ക് കിട്ടുന്ന വർക്കിന്റെ സൈഡിൽ കൂടെ പോകും. പക്ഷെ അതിലും മെയിനായിട്ട് ദൈവത്തിന് വേണ്ടിയിട്ട് എൻ്റെ അനുഭവ സാക്ഷ്യം പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പൊ തന്നെ എനിക്ക് ആ സ്റ്റേജുകൾ ഞാൻ ഇപ്പോഴും എൻ്റെ കണ്ണിൽ ഞാൻ കാണുന്നുണ്ട്. ഞാൻ നിന്ന് പ്രസംഗിക്കുന്നേ കഴിയുമെന്നറിയില്ല, പ്രത്യാശയുണ്ട് കഴിയുമെന്ന്. നിങ്ങളെപ്പോലുള്ള നല്ല മനസ്സുകളുടെ സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് പോകും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ചേച്ചി മുന്നോട്ട് വരിക തന്നെ ചെയ്യും. ഈ അസുഖത്തിനെയൊക്കെ പിന്തള്ളിക്കൊണ്ട് ചേച്ചി മുൻപോട്ട് വന്നിട്ട് ചേച്ചി പറഞ്ഞത് കൂട്ട് തന്നെ മിഷനറി സംഭവങ്ങൾ ചെയ്യാനാണ് ചേച്ചിക്ക് ആഗ്രഹമെങ്കിൽ ഉറപ്പായിട്ട് ചേച്ചി മുൻപിലോട്ട് വരിക തന്നെ ചെയ്യും. ചേച്ചി തന്നെ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് വലിയാന്ന്. അതുകൊണ്ട് തന്നെ ഇതും ചേച്ചി അതേ കൂട്ട് തന്നെ കണ്ടാൽ മതി. ചേച്ചി ഉറപ്പായിട്ട് ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ചേച്ചി മുൻപോട്ട് തന്നെ വരിക ചെയ്യും. കാരണം ആയിരക്കണക്കിന് ആൾക്കാരാണ് ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതായത് ചേച്ചിയെ നേരത്തെ നെഗറ്റീവ് പറഞ്ഞിട്ടുള്ളവരായാലും ചേച്ചിയെ നേരത്തെ കുറ്റം പറഞ്ഞിട്ടുള്ളവരായാലും എല്ലാവരും ഒരേ ശബ്ദത്തോട് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ അതിജീവിച്ച് ചേച്ചി വരിക തന്നെ ചെയ്യും. എന്തായാലും ചേച്ചി ഈ ഒരു വീഡിയോ കൂടെ സംഭവങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് തുടർന്ന് നമ്മൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ചേച്ചി അല്ലെങ്കിൽ ചേച്ചിയുടെ ആ ഒരു കീമോ കഴിച്ചിട്ടുള്ള അവസ്ഥയും സംഭവങ്ങളും ഒക്കെയാണ് പറയുന്നത്. അതായത് എന്തോ പറയുന്നത്, ഹെയർ ഒക്കെ റിമൂവ് ചെയ്യേണ്ട വന്നിട്ടുണ്ട്, അതേകൂട്ട് തന്നെ ക്ഷീണമുണ്ട്, വൊമിറ്റിംഗ് ഇടയ്ക്കിടയ്ക്ക് വരും എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളാണ് രേണു ചേച്ചി ഒരു വീഡിയോ കൂടെ തന്നെ പറയുന്നത്. എല്ലാം മാറട്ടെ, വേഗം തന്നെ സുഖപ്പെടട്ടെ. എന്തായാലും എൻ്റെ ഒരു കാര്യമായപ്പോൾ ഞാനും ഇഷ്ടം പോലെ വീഡിയോസ് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതും ചേച്ചി കാണിച്ചിട്ടുള്ള, അതായത് സായി കൃഷ്ണ പറഞ്ഞതുകൊണ്ട് തന്നെ ചേച്ചി കാണിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ ചേച്ചി ചെയ്തിട്ടുള്ള സിറ്റുവേഷനെ മാത്രമാണ് റിയാക്ട് ചെയ്തിട്ടുള്ളത്. എല്ലാവരും ഇപ്പോഴായാലും നെഗറ്റീവ് അടിക്കുന്നവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക തന്നെ വേണം. ഞാനും ഇനിയിപ്പോൾ ഇതേ കൂട്ട് തന്നെ ചേച്ചി എന്തെങ്കിലും കാണിക്കുന്നത്, അതായത് നേരത്തെ ചെയ്തിട്ടുള്ള കൂട്ടുള്ള സിറ്റുവേഷൻസ് വന്നാലും റിയാക്ട് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നില്ല. കാരണം ചേച്ചിയുടെ അവസ്ഥ ഇപ്പോഴത്തെ ഇതാണ്. അതുകൊണ്ട് തന്നെ ഞാനും ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. എന്നും പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും. അതേകൂട്ട് തന്നെ നിങ്ങളും പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ എത്രയൊക്കെ കുറ്റം പറഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും ഒരു അസുഖത്തിന് മുൻപിൽ വരുമ്പോൾ ഒരിക്കലും നമ്മൾ ആ ഒരു ശത്രുതയും മുൻവൈരാഗ്യമൊന്നും വെച്ചുകൊണ്ടിരിക്കരുത്. എന്തായാലും കിച്ചു ചേട്ടനെ പറ്റി ഒരു ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും കിച്ചു ചേട്ടൻ സ്വന്തം ഇഷ്ടപ്രകാരം അല്ല പോയിട്ടുള്ളതെങ്കിൽ അത് തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഇത്ര സംഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒന്നും പറയണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. എന്തായാലും ഇതിനൊക്കെ തുടർന്നിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ദയവേത് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്കും ചെയ്തൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കണ്ടിട്ടുള്ളതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ വീഡിയോ ഒന്ന് ഹൈപ്പും ചെയ്തൊക്കെ. അപ്പോൾ നല്ല ടോപ്പിക്കാണ്. അപ്പോൾ കുറച്ച് ലെഫ്റ്റിലോട്ട് പോട്ടെ, കുറച്ച് റൈറ്റിലോട്ട് പോട്ടെ, സ്ട്രൈറ്റ് പോകാൻ പറ്റുന്നത് നല്ല ടോപ്പിക്കായിട്ടാണ്. എല്ലാവർക്കും ബൈ.